ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാനാണ് ഇനിയുള്ള പരിശ്രമമെന്ന വനിതാ ഫുട്ബോൾ ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കായി ബൂട്ടണിഞ്ഞ കാസർഗോഡ് മടിക്കൈ സ്വദേശി മാളവിക. ഇന്ത്യൻ ടീമിലെത്തുക എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മാളവിക കൈരളി ന്യൂസിനോട് പറഞ്ഞു. കാൽ നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ ടീമിൽ ഇടം പിടിച്ച് കേരളത്തിനാകെ അഭിമാനമായ കാസർഗോഡ് മടിക്കയിലെ മാളവികയാണ് കൂടെ ചേർന്നത്. ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങളാണ് പൂർത്തിയാക്കി നാട്ടിലെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അത്ഭുതമായി, എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ഇന്ത്യൻ ടീമിലേക്ക് ഒരു മലയാളി കാൽ നൂറ്റാണ്ടിന് ശേഷം എത്തുകയാണ്. ഈ നിമിഷം എന്താണ് തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായി സ്വപ്നം കാണാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കണം. നല്ല സന്തോഷമുണ്ട്. അതുപോലെ പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റി, അതുപോലെ തന്നെ ഗോളടിക്കാനും പറ്റി. 4 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണത്തിലാണ് കളത്തിലിറങ്ങിയത്. അതിൽ ആദ്യ മത്സരത്തിൽ ഗോൾ അടിക്കാനും പറ്റി. നല്ല സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചില്ല ഗോളടിക്കുന്നു, പക്ഷെ ഗോളടിച്ചു. ഫസ്റ്റ് കളിയാണ്, ഫസ്റ്റ് കളിയിൽ തന്നെ ഗോളടിച്ചു. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു ഹൈറ്റാണ് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുക, സീനിയർ ടീമിൽ ഇടം പിടിക്കുക എന്നത്. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഈ കഴിഞ്ഞ കാലയളവിലൊരു പ്രയത്നം എങ്ങനെയായിരുന്നു? കുറേ വർഷങ്ങളായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ, ബംഗളം സ്കൂൾ ഗ്രൗണ്ടിൽ. അത് നിതീഷാടനും പ്രീതി ടീച്ചറും കീഴിൽ കുറേ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ കുറേ വർഷങ്ങളായി സ്വപ്നം കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് വർക്കും കൂടി ചെയ്തു. അങ്ങനെ അവിടെ എത്തി. ഏഷ്യൻ കപ്പ് യോഗ്യത എന്ന ഒരു കടമ്പയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് എത്താനും കഴിഞ്ഞു. ആ എത്തിയ ഒരു നിമിഷം എങ്ങനെയാണ് കാണുന്നത്? ആ നിമിഷം പറഞ്ഞിടക്കാൻ പറ്റൂല. എല്ലാവരും നല്ല ഇമോഷണലായി. ഫസ്റ്റ് കളി നമ്മൾ ഒരു ഗോളടിച്ചു, പിന്നെ അവരൊരു ഗോളടിച്ചു, പിന്നെ ആകെ ടെൻഷനായി. പിന്നെയും സംഗീതാദി ഒരു ഗോളും കൂടി അടിച്ചു. അപ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ല ഇമോഷണലി നല്ല സന്തോഷം കൂടിയായി. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏതായാലും സീനിയർ ടീമിലേക്കുള്ള ആദ്യ പടവുകളാണ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഏഷ്യൻ കപ്പ് യോഗ്യത നേടിയിട്ടുണ്ട്. ആ ടീമിലും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇന്ത്യൻ ടീമിൽ ഇനി വരും ഭാവിയിൽ കളിക്കുമ്പോഴുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടിയുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ, അതോടൊപ്പം തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നാണ്? ഇതുപോലെ തന്നെ, അതായത് അവിടെ നിൽക്കാന്ന് പറയാൻ, എത്തിച്ചേരാൻ തന്നെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതേപോലെ ആടെ സ്റ്റേ ചെയ്യണമെന്ന് പറയുന്നതും അതും ഒരെളുപ്പമല്ല. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇപ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് അതേപോലെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്യണമെന്നാണ്. ഡിഫിക്കൽട്ടീസ് ആണ്, ബട്ട് വിൽ ട്രൈ. ഇന്ത്യൻ താരം എന്ന നിലയിൽ ഇപ്പോൾ അങ്ങനെ പറയാം, നമുക്ക് ഇന്ത്യൻ താരമാണ്. അപ്പോൾ ഇന്ത്യൻ താരം എന്ന നിലയിൽ മാളവികയുടെ ഒരു സ്വപ്നം എങ്ങനെയാണ്? സ്വപ്നം എന്ന് പറയുന്നത് എന്താ പറയുക, ഇന്ത്യ കളിക്കുക എന്നാണ് സ്വപ്നം ഉണ്ടായത്. സാധിച്ചു. ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. അതായത് ആ ടീമിൽ അതിന് കളിച്ച് മെയിൻ ലെവലിൽ കളിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോളടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഗോളടിക്കും. ഏതായാലും ഇന്ത്യൻ ടീമിലെത്തി മത്സരത്തിൽ ടീമിനൊപ്പം ചേർന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഏഷ്യ കപ്പ് യോഗ്യത നേടാനും കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിലാണ് മാളവിക. മലയാളികൾക്കാകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും മാളവികയ്ക്ക് നേരുന്നു.